സോഷ്യൽ മീഡിയ വന്നതിന് ശേഷവും അതുപോലെ തന്നെ സീരിയലുകൾ വന്നു, ബിഗ് ബോസ് പോലുള്ള പരിപാടികൾ വന്നു. ഇത്തരം പരിപാടികൾ വന്നപ്പോൾ നൈമിഷികമായ സെലിബ്രിറ്റികൾ ഒരുപാടുണ്ടായി. നിമിഷ നേരത്തെ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ദിവസം മാത്രം നിൽക്കുന്ന സെലിബ്രിറ്റികൾ. സ്റ്റാർ സിംഗർമാർ വന്നു, കുറച്ച് പരിപാടികൾ കിട്ടും, പിന്നെ അതങ്ങ് പോകും. അങ്ങനെ ഇന്നലത്തെ മഴയത്ത് കുരുത്ത തകര ഇന്നത്തെ വേനലിൽ വാടിപ്പോവും. അത്രയേ ഉള്ളൂ അവരുടെ ആയുസ്. അങ്ങനെ ഒരു അല്പായുസായിരുന്നു അഖിൽ മാരാർ. ശരിക്കും പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരെ എന്താണ് ധരിച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല. ആദ്യം കോൺഗ്രസിൽ പോകുന്നു, കോൺഗ്രസ്സുകാരോട് സീറ്റ് ചോദിക്കുന്നു, കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുക്കില്ല എന്ന് പറയുന്നു. കൊട്ടാരക്കര തന്നെ വേണമെന്ന് ബഹളം ഉണ്ടാക്കുന്നു. കൊട്ടാരക്കര കോൺഗ്രസ്സുകാരോട് ബാർഗൻ ചെയ്യുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു അവിടെ ഐഷ പോറ്റിക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ NDL ചെന്ന് BJP ചേരാൻ നോക്കുന്നു. BJP പറഞ്ഞു ഞങ്ങളെ പാർട്ടിയിൽ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ നേരെ പോയി സാബുവിനെ കാണുന്നു. അപ്പോൾ സാബു പിന്നെ ഇത് ആരെ വെച്ച് വണ്ടി ഓടിക്കുമെന്ന് ആലോചിച്ചപ്പോൾ വിചാരിച്ചു എങ്കിൽ ബാ, സാബുവിൻ്റെ വണ്ടിയിൽ സകല കൂതറയും എല്ലാം നല്ലതും ചെത്തയും മൂത്തറയും എല്ലാം കയറിയിട്ടുണ്ട് സാബുവിൻ്റെ വണ്ടി. കാരണം സാബുവിന് ഒന്നാമത് പൊളിറ്റിക്കൽ പരിചയമില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ സാബുവിൻ്റെ രാഷ്ട്രീയം വളരാത്തത്. സാബുവിൻ്റെ കുറച്ച് പൈസയുണ്ട്, കുറച്ച് ആഗ്രഹങ്ങളുമുണ്ട്. ഇത് രണ്ടും പോരാ. സംഘടന ഉണ്ടാക്കണം, ആശയം വേണം. സാബുവിൻ്റെ കയ്യിൽ ആശയമില്ല. ആശയം ഉണ്ടെങ്കിൽ സാബു ഇതിനു മുമ്പ് കേരളത്തിൽ വളരെ വലിയ കാര്യങ്ങൾ ചെയ്തു. സാബുവിൻ്റെ കയ്യിൽ ആശയമില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. സാബുവിന് ഇല്ലാത്തത് ആഗ്രഹവും പണവുമാണ്, ആശയമില്ല, ആൾബിള്ളവുമില്ല. അപ്പോഴാണ് ഈ വഴിയെ പോണ എല്ലാവരെയും കയറ്റിയത്. അപ്പോൾ ഇയാൾ പിന്നെ ഈ അഖിൽ മാരാർ ഈ മോഹൻലാലിൻ്റെ ഒരു ബിഗ് ബോസിൽ വന്നങ്ങ് ചാമ്പ്യനായപ്പോൾ വിചാരിച്ചു ഇനി ഞാനാണ് കേരളം. സകലത്തിൽ അഭിപ്രായം പറയാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്താണ്? അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിട്ട് കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി, കുറച്ച് ആളുകൾ ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ അവർ സെലിബ്രിറ്റിയായി. സകല ആ കാര്യത്തിനും പിണറായി എത്ര പറയുന്നു, അവരെത്ര പറയുന്നു, ഇവരെത്ര പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് BJP എത്ര പറയും, പിന്നെ BJP പൊക്കി പറയും. ഇങ്ങനെ ഒരു തോന്നിവാസമായിരുന്നു രാഷ്ട്രീയത്തിലൊക്കെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മത്സരിക്കാൻ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൊട്ടാരക്കര സീറ്റ് കൊടുത്തില്ല പോലും. അദ്ദേഹം എന്നിട്ട് തൃക്കാക്കര പോയി മത്സരിക്കുന്നു, തോറ്റ് തുന്നം പാടുന്നു. എന്നാൽ മര്യാദയ്ക്ക് ഉടൻ പാർട്ടി വിടുന്നു. ഓക്കെ, അതെല്ലാം കറക്റ്റാണ്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. പക്ഷേ വിടുമ്പോൾ നിന്ന പാർട്ടിയിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടായിരുന്നെന്നും പറഞ്ഞ് അവിടെയുള്ള സകലവരെയും കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ പുറത്ത് വിടുന്നു, വാട്സപ്പ് ചാറ്റ് അയക്കുന്നു, സെലക്റ്റീവായിട്ടുള്ള ചാറ്റുകൾ പുറത്ത് വിടുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ? നാശക്കൊട്ടയിൽ പോയല്ലേ ഉള്ളൂ. ഇവിടെ കേരളത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം പോയ സ്വതന്ത്രരായിട്ടുള്ള ആരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ ഒരു പാർട്ടിയിൽ പോയവരെ പറഞ്ഞാണ്. സ്വതന്ത്രരായി പോയവരെല്ലാം നിന്ന് വീണ് പോയിട്ടുണ്ട്. 1-2 പ്രാവശ്യം അവർ ജയിച്ചാൽ 1-2 പ്രാവശ്യം കിട്ടും, അതെല്ലാം പോവും. അല്ലാതെ ഒരു കഥയില്ല. ഇന്നസെൻ്റ് ഒരു പ്രാവശ്യം നിന്നു, പിന്നെ അങ്ങ് പോയി. മുകേഷ് 2 പ്രാവശ്യം ജയിച്ചു, 3-ാം ദിവസം തോറ്റു. ഇനി മുകേഷിന് സീറ്റേ ഇല്ല, പാർട്ടിയിലും സ്ഥാനമില്ല. ഗണേഷ് ഇനി വന്നാലായി, വന്നില്ലെങ്കിലായി. രാഷ്ട്രീയത്തിൽ സെലിബ്രിറ്റി സെബാസ്റ്റ്യൻ പോൾ വന്നു പോയി, ഡോക്ടർ മനോജ് വന്നു പോയി. രാഷ്ട്രീയം അങ്ങനെയാണ്. സെലിബ്രിറ്റികൾ, ഭീമൻ രഘു എവിടെ? ഇപ്പോൾ ഭീമൻ രഘു. കൊല്ലം തുളസി എവിടെ? രാഷ്ട്രീയം അങ്ങനെയാണ്. അല്ലെങ്കിൽ സ്ഥായിയായ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ഇയാൾ എന്താ ധരിച്ചത് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച്? തമിഴ്നാട് രാഷ്ട്രീയം പോലെ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലെ രാഷ്ട്രീയം പോലെ ഒരു സീരിയൽ നടൻ ഇങ്ങോട്ട് വന്ന്, അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസ് നടൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു താരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആളുകൾ 2 പൂമാലയിട്ട് സ്വീകരിച്ച് പിന്നെ അങ്ങോട്ട് ജയിപ്പിക്കും. എവിടെ ജയിപ്പിക്കായി? 3-ാം സ്ഥാനത്ത് പോയില്ലേ? എന്നിട്ട് അഹങ്കാരത്തിന് കുറവുണ്ട്. എന്തൊരു വിളിയ ബഹളം ഉണ്ടാക്കുന്നത്! എന്തൊരു ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ! ചാനലിലൊക്കെ വന്നിരുന്ന് മറ്റുള്ളവർക്കെതിരെ പറയുന്ന ഭാഷ. കഴിഞ്ഞ പ്രാവശ്യം ദുരന്ത നിവാരണത്തിനെതിരെ അതിൽ ഫണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് വലിയ വിവാദം ഉണ്ടാക്കി. പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് ആരും പൈസ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി. പിണറായിയുടെ തന്തയ്ക്ക് വിളിക്കുന്നു, തള്ളയ്ക്ക് വിളിക്കുന്നു. എന്ത് രാഷ്ട്രീയമാണ് ഇതൊക്കെ? ഞാൻ പിണറായിയുടെ അല്ലെങ്കിൽ പിന്നെ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ അച്ഛനമ്മയെ പറഞ്ഞാലൊന്നുമല്ല. അതൊക്കെ നിങ്ങളുടെ സംസ്കാരം. ഒരു കഥയുമില്ലാത്ത കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് ഇപ്പോൾ അതെല്ലാം യക്കച്ചി കണക്കാണ് പറയുന്നത്. നാത്തൂനും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവസാനം കണക്ക് പറയുമ്പോൾ തിന്നതിൻ്റെ കണക്ക് പറയും എന്ന് പറഞ്ഞ കണക്കാണ്. വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ്
അഖിൽ മാരാർ എടുത്തിരിക്കുക. അദ്ദേഹം ഒരു പാർട്ടിയിൽ പോയി, അവിടെ എടുത്തില്ല, വേറൊരു പാർട്ടി ചെന്നു, അവിടെ എടുത്തില്ല, മൂന്നാമതൊരു പാർട്ടി അദ്ദേഹത്തെ എടുത്തു, മത്സരിച്ച് തോറ്റു. ഞാൻ രാഷ്ട്രീയം മതിയാക്കുന്നു, ഇനിയൊന്നും ഞാൻ നിന്നപ്പോഴെല്ലാം ശരിയാണ്, ഞാൻ മതിയാക്കി, ഞാൻ വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നു. ഇനി വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ ഇയാളെ എടുക്കുമോ? ചിലപ്പോൾ എടുക്കുമായിരിക്കും, നമുക്ക് അറിഞ്ഞൂടാ. എടുത്ത് അവിടെ മാന്യനായിട്ട് നിൽക്കുമായിരിക്കും, അത് നമുക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ എടുക്കുമായിരിക്കും, നിൽക്കുമായിരിക്കും, ഇതെല്ലാം അദ്ദേഹത്തിന് അറിയാവൂ. പക്ഷെ എന്തായാലും ഒരു കാര്യം അറിയാണ്ട്, ഇതുപോലുള്ള കേസുകളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ അശ്ലീലമാണ്. ഞാൻ ഇദ്ദേഹം മത്സരിച്ചതിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞു ഇതൊരു അശ്ലീലമാണ് കേരളത്തിൽ. പിറ്റേ ദിവസം പറഞ്ഞു, ഒരുപാട് ദിവസം ഞാൻ നീട്ടി പറഞ്ഞില്ല, പിറ്റേ ദിവസം പറഞ്ഞു ഇത് കേരള രാഷ്ട്രീയത്തിലെ അശ്ലീലങ്ങളാണ് ഇതൊക്കെ. ഒരു കാരണവശാലും ആരും പ്രൊമോട്ട് ചെയ്യരുത്. 2020 ഒരു സാഹചര്യത്തിൽ ഇത് പ്രൊമോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അഖിൽ മാരാർ, ഇവരൊക്കെ എന്താ ധരിച്ചിരിക്കുന്നത് സമൂഹത്തെക്കുറിച്ച്, സൊസൈറ്റിയെക്കുറിച്ച്? കുറേ തെറിയും പറഞ്ഞ് വാട്സപ്പിൽ വന്ന്, അല്ലെങ്കിൽ ചാനലിൽ വന്നിട്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വ്യവസ്ഥിതിയെ തെറി പറഞ്ഞ് ഇവിടുത്തെ സംവിധാനങ്ങളെയൊക്കെ കുറേ പള്ളു പറഞ്ഞ കൈയടിക്കുന്ന ആളുകളാണ്. ഒരൊറ്റ വോട്ട് കിട്ടൂല, കൈയടിക്കും ആളുകൾ. കാരണം പറയടാന്ന് പറയും, മാക്സിമം പറഞ്ഞ് നമുക്ക് മൂട്ടിത്തരും. അങ്ങനെ ഉണ്ടല്ലോ, നാട്ടിൻപുറത്ത് പറയില്ല, മൂട്ടി കൊടുക്കുക എന്ന് പറയും. രണ്ടുപേരും തമ്മിൽ അടിവിടുമ്പോൾ വേറെ ഒരുത്തം നിന്ന് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടക്കെട്ടട എന്നുള്ളതിലേ. അപ്പോൾ ആളുകൾ മൂട്ടിത്തരും, നീ ഇടിച്ച് കയറി പോകാൻ. അത് കണ്ട് കയറി പോകരുത്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? കയറിപ്പോയതുപോലെ ഇറങ്ങിപ്പോകേണ്ട പോലും പറ്റുന്നില്ല. അപവാദം, സാബുവിനെതിരെ അപവാദം, സാബു ഉടനെ അതിനെ പരിഹാരം പറയുന്നു, സ്ഥാനമോഹിയ എന്ന് പറയുന്നു, ഷോർട്ട് ടെമ്പറ എന്ന് പറയുന്നു, സ്ട്രെസ്സുള്ള വേളാന്ന് പറയുന്നു, BP ഉണ്ടെന്ന് പറയുന്നു. എന്തൊക്കെയാണ് കേൾക്കുന്നത് അപഖ്യാതികൾ? വല്ല കാര്യമുണ്ടോ? സെലിബ്രിറ്റി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് വേണ്ട ബഹളമാണ്, സകലതിനും അഭിപ്രായം പറയുക. അങ്ങനൊരു സംവിധാനമുണ്ടോ നമുക്ക്? രാഷ്ട്രീയം മുതൽ സാംസ്കാരികം മുതൽ സാമൂഹ്യം മുതൽ സകല കാര്യങ്ങൾക്കും അഖിൽ മാരാറിൻ്റെ ഒരു അഭിപ്രായമുണ്ട്. ഇത് ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ അശ്ലീലങ്ങളെയൊക്കെ ചാനലുകൾ വളർത്തിക്കൊണ്ടുവരും. ഒരു രാഹുൽ ഈശ്വർ കണ്ടില്ലേ, എന്ത് പറയണമെന്ന് രാഹുൽ ഈശ്വറിന് തന്നെ പലപ്പോഴും അറിയില്ല. എന്നാൽ രാഹുൽ ഈശ്വർ കൊണ്ട് കേരള സമൂഹത്തിൽ വളരെ പ്രമുഖമായൊരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ് ഈ അഖിൽ മാരാർ, മറ്റൊരു ഇൻഫ്ലുവൻസറാണ്. ഞാൻ ആരെയും കുറ്റം പറയാനല്ല പറയുന്നത്, അവരൊക്കെ ഇങ്ങനെ സമൂഹത്തിലുണ്ട് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞാലല്ലേ. രാഹുൽ ഈശ്വരെ സാന്ദർഭികമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എനിക്ക് എതിർപ്പുള്ള ചെറുപ്പക്കാരനല്ല. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ ഇങ്ങനെ കുറേ ഫാൾസ് ഇലമെൻസുകളെ സെലിബ്രിറ്റികളാക്കി നമ്മുടെ ചാനലുകൾ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്. എന്തിനാണെന്ന് അവർക്കും അറിയത്തില്ല, എവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല.